നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ ക്യാൻസറിനോട് പൊരുതുകയാണ് മുൻ ബിഗ് ബോസ് താരവും മത്സരാർത്ഥിയുമായ സോഷ്യൽ മീഡിയ താരവുമായ രേണു സുധി. ഏതാനും നാളുകൾക്ക് മുൻപാണ് തനിക്ക് ക്യാൻസർ ആണെന്ന് വെളിപ്പെടുത്തി രേണു സുധി രംഗത്തെത്തിയത്. 15ാമത്തെ വയസ്സിൽ വന്നൊരു മുഴയാണ് ഇപ്പോൾ ക്യാൻസറായി മാറിയിരിക്കുന്നതെന്ന് രേണു സുധി തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ചികിത്സയുടെ ഭാഗമായി കീമോയെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. കീമോയ്ക്ക് ശേഷം ശരീരം ആസകലം പലതരത്തിലുള്ള വേദനകളും അവശതകളും അനുഭവിക്കുന്നതിനെക്കുറിച്ചും എഴുന്നേറ്റ് ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥകളെക്കുറിച്ചുമെല്ലാം രേണു തന്നെ തന്റെ വീഡിയോയിലൂടെ തുറന്നു പറഞ്ഞിരുന്നു. തനിക്ക് ക്യാൻസർ ആണെന്ന് രേണു വെളിപ്പെടുത്തിയതിന് പിന്നാലെ പരിഹസിച്ചവർ തന്നെ അവർക്ക് വേണ്ടി ആശ്വാസവാക്കുകളുമായി എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടെ രേണുവിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ ശാരിക കിച്ചു രേണു വിഷയത്തിൽ പ്രതികരിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ചുണ്ടുകടിച്ചും കോപ്രായം കാണിച്ചും ആൽബത്തിൽ അഭിനയിച്ചും സബ്സ്ക്രിപ്ഷനിലൂടെയും രേണു ഉണ്ടാക്കിയ കാശിൽ നിന്നും കിച്ചുവും പങ്കു പറ്റിയിട്ടുണ്ട് എന്നാണ് ശാരിക പറഞ്ഞിരിക്കുന്നത്. അവരുടെ വാക്കുകളിലൂടെ തുറന്നു വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരു വീഡിയോ ഇനി ചെയ്യേണ്ടെന്ന് കരുതിയതാണ്, പക്ഷേ ചെയ്യാതിരിക്കാൻ ആവുന്നില്ല. ഈ വീഡിയോ രേണു സുധിയെ കുറിച്ചുള്ളതാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രേണുവിനെ കുറിച്ച്. ഈ അവസ്ഥയിൽ അവളെ കുറിച്ച് വീഡിയോ ഒന്നും ചെയ്യേണ്ടെന്ന് കരുതിയിരുന്നതാണ്, പക്ഷേ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അവൾ ഒരു രോഗം ബാധിച്ച് വളരെ ക്രിട്ടിക്കലായ കണ്ടീഷനിലൂടെ കടന്നു പോവുകയാണ്. ആ സമയത്ത് അവൾക്ക് പ്രിയപ്പെട്ട ഒരാൾ അവളെ കാണാൻ ചെന്നില്ല. അവൾ ഒരിക്കൽ വളർത്തിയ അവളുടെ മകൻ എന്ന് അറിയപ്പെടുന്ന രാഹുൽ ദാസ് എന്ന കിച്ചു, അവൻ കാണാൻ ചെന്നില്ലെന്ന് വളരെ ദണ്ണപ്പെട്ട് ഒരു വീഡിയോയിൽ രേണു പറഞ്ഞിരുന്നു. പിന്നെ ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റി. രേണുവിന്റെ മകനല്ല, സുധിയുടെ മാത്രം മകൻ. ജീവിതം തുലാസിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒന്ന് കാണാൻ വന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകാറുണ്ട്. ഇതെല്ലാം ഒരു പരാതിയായിട്ടല്ല, പരിഭവമായിട്ടാണ് അവൾ പറഞ്ഞത്. ഇത് എല്ലാം കേട്ട് ഒരു ലോഡ് പുച്ഛവും ഇറക്കി കിച്ചു എന്ന് പറയുന്നവർ കെട്ടിയൊരുങ്ങി രേണുവിനെ കാണാൻ വേണ്ടി പോകാൻ ഇറങ്ങിയതിനു മുൻപ് ഒരു വീഡിയോയും ഇറക്കിയിരുന്നു. പരാതിക്കാരുടെ പരാതി അങ്ങ് തീരട്ടെ എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. എന്നിട്ടാണ് അവൻ പോയത്. അതിന്റെ പേരിൽ നാട്ടുകാർ അവനെ എടുത്ത് ഉടുത്തിരുന്നു. ശേഷം അവൻ രേണുവിനെ കാണാൻ ചെന്നു, പക്ഷേ കാണാൻ പറ്റിയില്ല. അങ്ങനെ അവൻ നാട്ടിൽ തിരിച്ചു വന്ന് ഒരു വീഡിയോ കൂടി ചെയ്യുന്നു. രേണു അമ്മയെ അവൻ വെറുക്കാനുള്ള കാരണം ഇതാണ്. എന്ത്? സബ്സ്ക്രിപ്ഷൻ. എന്റെ അമ്മ സബ്സ്ക്രിപ്ഷനിലൂടെ ചുണ്ട് കടിച്ചു കാണിച്ചതും മലന്ന് കിടന്ന് കാണിച്ചതും കമന്ന് കിടന്ന് കാണിച്ചതും ഒക്കെ കൊണ്ടാണ് അവൻ രേണു അമ്മയെ വെറുത്തത് അത്രേ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ കിച്ചു, 2 വർഷം മുൻപ് നിന്റെ അച്ഛൻ സുധി മരിച്ചപ്പോൾ ഈ രേണു പണിക്ക് ഇറങ്ങിയിരുന്നു, ആൽബത്തിൽ അഭിനയിക്കാൻ ഇറങ്ങി. അന്ന് അവളുടെ അഭിനയത്തെ ആരും അംഗീകരിച്ചിരുന്നില്ല. ഇന്നും കുറെ പേർ അംഗീകരിക്കുന്നുമില്ല. കോപ്രായം എന്നാണ് അവളുടെ അഭിനയത്തെ ആളുകൾ വിശേഷിപ്പിച്ചത്. ആ കോപ്രായം വിജയ കിരീടമായി അവൾ എടുത്ത് ചൂടുകയും അവളെ ഇഷ്ടപ്പെടാത്തവരെ കൊണ്ട് അവളെ വൈറലാക്കിപ്പിക്കുകയും ചെയ്ത മിടുക്കിയാണ് രേണു. അതിൽ നിന്ന് അവൾ കാശുണ്ടാക്കി. ചുണ്ടുകടിച്ചും കോപ്രായം കാണിച്ചും അത്തരത്തിലുള്ള എക്സ്പ്രഷനുകൾ കാണിച്ചും തന്നെയാണ് അവൾ ആൽബങ്ങളിൽ അഭിനയിച്ചും സബ്സ്ക്രിപ്ഷനിലൂടെയും കാശുണ്ടാക്കിയത്. ആ കാശിന്റെ ഒരു പങ്ക് വാങ്ങിച്ച് തിന്നിട്ടാണ്. നാണമുണ്ടോ അവളെ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക്? ഞാൻ സാക്ഷിയാണ്. നിനക്ക് അയക്കാറുള്ള പൈസയുടെ സ്ക്രീൻഷോട്ടുകൾ എന്നെ അവള് ബിഗ് ബോസിന്റെ സമയത്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം രേണു പറയേണ്ടതാണ്, പക്ഷെ അവൾ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ആത്മാഭിമാനമുണ്ട്. ഞാൻ ഇരിക്കുമ്പോൾ നീ അവളെ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പൊന്നുശാരി, കാശിനാണ് എന്നെ അവൻ കിടന്ന് വിളിക്കുന്നത്. 100ഉം 500ഉം ഒന്നുമായിരുന്നില്ല അന്ന് രാഹുലിന് വേണ്ടിയിരുന്നത്. 1000ഉം 3000ഉം 4000ഉം ഒക്കെയായിരുന്നു അവൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം അവൾ നിനക്ക് GP ചെയ്ത് തരുകയും ചെയ്തിരുന്നു. ഇതെല്ലാം വാങ്ങി തിന്നിട്ട് ഇപ്പോൾ അവളുടെ സബ്സ്ക്രിപ്ഷൻ കാരണം നിനക്ക് അവളെ താല്പര്യമില്ല, വെറുത്തുപോയി അല്ലേ? നാണമുണ്ടോടാ നിനക്ക് എന്ന് ചോദിച്ചാണ് ശാരിക വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്റെ ചികിത്സാ സമയത്ത് കരുത്തായി ഒപ്പം നിന്ന പ്രിയപ്പെട്ട നടി സീമാജി നായർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചിരിക്കുകയാണ് രേണു ഇപ്പോൾ. സീമാജി നായർ തന്നെ കാണാൻ വന്നതിനെക്കുറിച്ചും അവർ നൽകിയ സ്നേഹവും പിന്തുണയും എത്രത്തോളം വലുതാണെന്നും വിവരിച്ചുകൊണ്ടായിരുന്നു രേണു സുധി തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുറിപ്പ് പങ്കുവച്ചത്. അത് ഇതിനോടകം തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട്. രേണുവിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: സീമ ചേച്ചി എന്നെ കാണാൻ വന്നിരുന്നു. എന്നെ ചേർത്ത് പിടിക്കുന്നത് എന്റെ ഹൃദയത്തിൽ നിന്ന് 1000 നന്ദിയുണ്ട്.
ചികിത്സയ്ക്ക് വേണ്ടി ചേച്ചി നൽകിയ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ജീവിതത്തിൽ ചില സ്നേഹവാക്കുകൾ അതീതമാണ്. എന്റെ പ്രയാസകരമായ ഈ സമയത്ത് എന്നെ നേരിൽ കാണുവാനും ധൈര്യം പകരുവാനും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുവാനും എത്തിയ സീമ ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് എന്നായിരുന്നു രേണു കുറിച്ചത്. ഈ സ്നേഹവും പിന്തുണയും തനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും മുന്നോട്ടു പോകുവാനുമുള്ള പ്രതീക്ഷയും നൽകുന്നുണ്ടെന്നും രേണു കൂട്ടിച്ചേർത്തിരുന്നു. രേണു സുധിയുടെ അവസ്ഥയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന നെഗറ്റീവ് കമന്റുകൾക്കെതിരെ നേരത്തെ നടി സീമാജി നായർ ശക്തമായ നിലപാടുകളുമായി രംഗത്തെത്തിയിരുന്നു. രേണുവിനെ നേരിൽ കണ്ടതിനു ശേഷമാണ് അവർ തന്റെ അനുഭവവും പ്രതിഷേധവും പങ്കുവച്ചത്. താൻ രേണുവിനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയോ അവരുടെ വീഡിയോ കാണുന്ന ആളോ ആയിരുന്നില്ല. പക്ഷെ രേണുവിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ദിവസം മുതൽ അവരെ വിളിക്കുവാനും കാര്യങ്ങൾ അറിയുവാനും ശ്രമിച്ചിട്ടുണ്ട്. ഈ അസുഖം എന്താണെന്നും അതെങ്ങനെയാവും എന്നറിയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ അമ്മയ്ക്കും ഇതേ അസുഖമായിരുന്നു. പല വേർപാടുകളും ഇന്നും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നായിരുന്നു സീമാജി നായർ ഇതിനെ തുടർന്ന് കുറിച്ചത്. രേണുവിന്റെ വീഡിയോയ്ക്ക് താഴെ ചിലർ നടത്തുന്ന അസഹിഷ്ണുത നിറഞ്ഞ പരാമർശങ്ങളെ സീമാജി നായർ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഇത്രയധികം അസഹിഷ്ണുത കാണിക്കുന്നത്? ഈ അസുഖം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പോൾ തെറി വിളിക്കുന്ന പലരുടെയും ഉള്ളിൽ ഇതുണ്ടാകും. അസുഖത്തിന്റെ വേദനയിലുപരി അതിന്റെ കാഠിന്യത്തിലുപരിയായി രേണു പറഞ്ഞില്ലെങ്കിലും അവരെ വേദനിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ശാപവാക്കുകളാണ്. അതുകൊണ്ട് പറയുകയാണ്, അവരെ വെറുതെ വിടൂ. ക്യാൻസറോട് പൊരുതി അവർ തിരിച്ചു വരട്ടെ എന്നുമായിരുന്നു സീമാജി നായർ കുറിച്ചത്.